മഹാഭാരതത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തമാശയായി ധർമ്മപുത്രർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദിവസവും തന്റെ ചുറ്റിലും അനേകം മനുഷ്യർ മരിക്കുന്നത് അറിയാമെങ്കിലും മരണം മറ്റുള്ളവർക്കുള്ളതാണ്, താൻ അമർത്തിനാണ് എന്ന മട്ടിൽ മനുഷ്യർ ജീവിക്കുന്നത്. ഇതേ ചിന്ത തന്നെയല്ലേ രോഗങ്ങളെ പറ്റിയും നമ്മൾ പലർക്കും? എസ്പെഷ്യലി ഇടഞ്ഞ ഐരാവതത്തെയും ഐറ്റുമായി നോക്കി അടക്കാമെന്ന കോൺഫിഡൻസുമായി നടക്കുന്ന യൗവനകാലത്ത് തങ്ങൾക്കും അസുഖങ്ങൾ വരാം, ആസ്പത്രിവാസം വേണ്ടി വരാം എന്നൊക്കെ ചിന്തിക്കുന്നവർ വിരളമായിരിക്കും. അസുഖങ്ങളൊക്കെ ഒരു 60 കഴിയുമ്പോഴേ വരിക എന്നൊരു ചിന്ത എന്റെ ഉള്ളിലും എവിടെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചുമ വന്നത്. സുഹൃത്ത് ഒരു ആയുർവേദ ഡോക്ടർ ഫോൺ വഴി പ്രിസ്ക്രൈബ് ചെയ്ത വ്യോഷാദിപിടകം കുറെ ദിവസം കഴിച്ചിട്ടും ചുമ കുറഞ്ഞില്ല. 5 ദിവസത്തെ അവധിക്ക് മോട്ടോർ സൈക്കിളിൽ സോളോ റൈഡ് പോകാനിരിക്കുകയായിരുന്നതിനാൽ ഒരു ശല്യമാകാതിരിക്കാൻ ചുമയെ എളുപ്പം പമ്പയും അറബിക്കടലും കടത്താനാണ് അലോപ്പതിക്കായി ആസ്പത്രിയിൽ പോയത്. എക്സ്റേ കണ്ട ഡോക്ടർ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ നേരെ മോർച്ചറിയിലേക്ക് പോകാമായിരുന്നു എന്ന് കമന്റും അടിച്ച് എന്നെ അഡ്മിറ്റ് ചെയ്തു. സിവിയർ ന്യൂമോണിയ ആയിരുന്നു. മരുന്നും വാങ്ങി നേരെ മൂന്നാറിലേക്ക് പോകാനിരുന്ന ഞാൻ 3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. അവിടെ VIP വാർഡിലെ പ്രീമിയം റൂമിലായിരുന്നു ഞാൻ. ദിവസം തോറും 10,000 ബില്ലാകുമ്പോഴും ചിൽ ആയിരിക്കാൻ എനിക്ക് സാധിച്ചത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നതിനാലാണ്, എംപ്ലോയറുടെ വക. ഫൈനലി ഹോസ്പിറ്റൽ ബിൽ ലക്ഷങ്ങളായെങ്കിലും എന്റെ കയ്യിൽ നിന്നാകെ മുടക്കേണ്ടി വന്നത് ഞാനൊരു മാസം ഐസ്ക്രീം കഴിക്കാൻ ചെലവാക്കുന്നതിലും കുറഞ്ഞ തുക മാത്രം. ഈ അനുഭവത്തിന് ശേഷമാണ് ഞാൻ സുഹൃത്തുക്കളോടൊക്കെ ഡേയ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയത്. നമ്മൾ പറയാറുണ്ടല്ലോ ചിലർ എത്ര കൊണ്ടായാലും പഠിക്കൂലെന്ന്.